ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ ഇനി വരാൻ പോകുന്ന ഈ ആഴ്ചയിൽ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എപ്പിസോഡാണ് കേട്ടോ പറയണത്. അങ്ങനെ നമ്മുടെ കിരണും അതുപോലെ തന്നെ കല്യാണിയും കൂടിയിട്ട് നമ്മുടെ ആരാണ് ചന്ദ്രസേന അടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് CCTV ദൃശ്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആരുടെ മുഖം വ്യക്തമല്ല, കാണുന്നൊന്നുമല്ല, കാരണം വേറൊന്നുമല്ല. അതിൽ ചന്ദ്രസേന അടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗംഗപ്രസാദ് അവിടെ പോയിട്ട് ആ CCTV തല്ലി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ല കേട്ടോ. അങ്ങനെ കിരൺ പറയട്ടെ, കല്യാണി ഇത് അവൻ കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ്. അവൻ ഇവിടെ കണ്ടില്ലേ, അവൻ CCTV അടിച്ചു പൊട്ടിച്ചു. അപ്പൊ അതിനർത്ഥം ഗംഗപ്രസാദ് തന്നെയാണ് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. കാർത്തിക ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴേക്കും CCTVയും കാര്യങ്ങളൊക്കെ തല്ലി പൊട്ടിച്ചതും അവൻ തന്നെയാണല്ലോ, ശേഷമാണല്ലോ കാർത്തികയുടെ അടുത്തേക്ക് പോയത്. ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ കിരണേട്ട, അപ്പൊ രണ്ട് സ്ഥലത്തും ഉപദ്രവിച്ചിരിക്കുന്നത് ഗംഗപ്രസാദ് തന്നെയാണ്. ഉറപ്പിക്കാം, അതെ ഉറപ്പിക്കാം കല്യാണി. ഇനി അവൻ ആരാണെന്നും എന്താണെന്നും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മളിതുവരെ അവനെ കണ്ടിട്ടില്ലല്ലോ. അതെ അതെ, ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, നമ്മുടെ കാർത്തികക്ക്. കല്യാണി, ഇനി നിന്റെ ഉദ്ദേശം അത് മാത്രമായിരിക്കണം. കാർത്തികനെ കൂട്ട് എങ്ങനെയെങ്കിലും ഗംഗപ്രസാദിന്റെ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ എടുപ്പിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യണം. ഇവിടെ നമ്മുടെ ജെറി ജോൺ വരുന്നുണ്ടല്ലോ, ജെറി ജോണിന്റെ ഫോട്ടോ പറ്റുമെങ്കിലും ഒന്ന് എടുക്കണം. അതെന്തിനാ അയാളുടെ ഫോട്ടോ എടുക്കണത്? കല്യാണി, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അയാളിന് വരുമ്പോ അയാളുടെ ഫോട്ടോ തീർച്ചയായിട്ടും കല്യാണി എടുക്കണം. ശരി കിരണേട്ടാ എന്ന് പറയണം. അങ്ങനെ രാവിലെയായിട്ട് ഒരു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. രാവിലെ പോകുമ്പോഴേക്കും നമ്മുടെ കല്യാണി കിരണം ആകെ ഇതിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം രാവിലെ തന്നെ ഗംഗപ്രസാദ് ഇവരെ കാണാൻ വേണ്ടി ഒരു കൂസലില്ലാതെ അകത്തേക്ക് കയറി വരും കേട്ടോ. ഇതാര് ജെറി ചേട്ടനോ, വാ അകത്തേക്ക് വാ എന്ന് പറയാൻ കല്യാണി വിളിക്കുന്നുണ്ട്. എല്ലാ കിരണിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, അതേ കിടപ്പ് തന്നെയാണ് എന്ന് പറയാണ്. ഒരു അനക്കവും ഇല്ലേ കല്യാണി? ഇല്ല, അങ്ങനെ തന്നെ കിടക്കുക ജെറിച്ചേട്ടാ. ജെറിച്ചേട്ടൻ അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് കല്യാണി ജെറീനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ശേഷം ജെറിയുടെ പറയുന്നത്, ഞാൻ ഒരു ഗ്ലാസ് ചായ എടുക്കാം. അതൊന്നും വേണ്ട കല്യാണി, ഇരിക്കുക ജെറിച്ചേട്ടാ. എപ്പോ വന്നാലും ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ഒരു ഗ്ലാസ് ചായെങ്കിലും കുടിച്ചു കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജെറീനെ അവിടെ കിരണിന്റെ റൂമിലേക്ക് ഇരുത്തിട്ട് കല്യാണി അടുക്കളയിലേക്ക് പോവാട്ടോ. ശേഷം നമ്മുടെ കിരണിനെ ഒരുമാതിരി ജെറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിരൺ അതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കിരണ് സംശയം ഒന്നുകൂടി കുറച്ചുകൂടി കൂടുതൽ തോന്നുവാണ്. അങ്ങനെ നമ്മുടെ കിരൺ ഇങ്ങനെ ജെറീനെ ശ്രദ്ധിക്കാണ്. എന്തായാലും ഇവൻ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. എന്തായാലും കല്യാണി ഇന്ന് ഫോട്ടോ എടുക്കട്ടെ. ഞാൻ സംശയിച്ച പോലെ ഇവൻ തന്നെയാണോ ഗംഗപ്രസാദ് എന്നുള്ള സത്യം അറിഞ്ഞേ പറ്റൂ എന്ന് കിരണിന്റെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഗംഗപ്രസാദ് ആണെങ്കിൽ ഒരു പുച്ഛത്തോട് തന്നെ കിരണിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാട്ടോ. കിരൺ അസുഖമാണല്ലോ, തന്നെ കണ്ട തിരിച്ചറിയില്ലല്ലോ, ആ ഒരു വിശ്വാസത്തിലാണ് ഗംഗപ്രസാദ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണത്. അങ്ങനെ കല്യാണി ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗംഗപ്രസാദ് ചായ കുടിച്ചിട്ട്, ശരി കല്യാണി എന്ന് ഞാൻ പോയിക്കോട്ടെ. അല്ല അമ്മയില്ല ഇവിടെ? അമ്മയുണ്ട്, ഇപ്പൊ പുറത്തു വരെ പോയിരിക്കുക, ഇപ്പൊ തന്നെ വരുമെന്ന് പറയാണ്. ചേട്ടന് ഇരിക്കുന്നു പറയുമ്പോ വേണ്ട, ഇരിക്കുന്നില്ല കല്യാണി, തിരക്കുണ്ട്, അതുകൊണ്ടാ. ചേട്ടന് എപ്പോഴും തിരക്കാണല്ലോ, ഒരു ദിവസം പോലും ഇവിടുന്ന് ഭക്ഷണം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല, അത് ഇനി വരുമ്പോ ഉറപ്പായിട്ടും കഴിക്കാൻ കല്യാണി എന്ന് പറയട്ടെ. ഗംഗപ്രസാദ് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ഗംഗപ്രസാദ് അവിടെ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ കല്യാണി ഫോൺ എടുക്കുവാണ്. ഫോട്ടോക്ക് വേണ്ടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കുത്തുമ്പോഴേക്കും കറക്റ്റ് സമയത്ത് തന്നെ ഗംഗപ്രസാദ് തിരിഞ്ഞു നോക്കുവാണ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ കല്യാണി ഫോട്ടോ എടുത്ത കാര്യം. അങ്ങനെ ഗംഗപ്രസാദ് മനസ്സിലാക്കാണ്. അപ്പൊ കല്യാണിക്ക് കഴിഞ്ഞ ചെറിയൊരു സംശയം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവാണ്. ജെറി ചോദിക്കണ്ട, എന്തോ പറ്റി കല്യാണി? ഒന്നുമില്ല ജെറി ചേട്ടാ, ഫോൺ ജസ്റ്റ് ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെറി അവിടുന്ന് വണ്ടി എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാട്ടോ. അങ്ങനെ ഫോട്ടോ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, ചെറുതായിട്ട് ബ്ലറായി പോകുന്നുണ്ട്. കാരണം കറക്റ്റ് സമയത്ത് ഗംഗപ്രസാദ് ഇങ്ങനെ തിരിഞ്ഞത് കൊണ്ട് ഫോട്ടോ ഒന്ന് ബ്ലറായി പോകണം. അപ്പൊ അങ്ങനെയും ഗംഗപ്രസാദിനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ കിരൺ ചോദിക്കണ്ടേ, എന്താ കല്യാണി അവന്റെ ഫോട്ടോ കിട്ടിയോ? ഇല്ല കിരണേട്ടാ, ഞാൻ ഫോട്ടോ എടുത്തപ്പോഴേക്കും അയാൾ തിരിഞ്ഞു നോക്കി, അപ്പോഴേക്കും ആ ഫോട്ടോ ബ്ലറായി പോയി. ഷോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചുറ്റല് പറ്റുന്നത്, അല്ലേ കല്യാണി? അതേ കിരണേട്ടാ, ഇതുപോലെ നമ്മൾ ആരും ചുറ്റിച്ചിട്ടില്ല. കുഴപ്പമില്ല, അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ എന്ന് കിരൺ പറയുന്നുണ്ട്. ശേഷം കാർത്തിക കല്യാണി ഫോൺ വിളിക്കാണ്. മോളെ കല്യാണി, നീ ഇത് എവിടെയാണ്? ചേച്ചി ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. മോളെ നീ എത്രയും പെട്ടെന്ന് നമ്മുടെ സിറ്റിയുടെ അടുത്തുള്ള ആ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് വരാവോ? എന്ത് പറ്റി ചേച്ചി? അവിടെങ്ങാനും ചേച്ചിയുടെ ചേട്ടനുണ്ടോ? ഉള്ള പോലെ ഒരു സംശയമുണ്ട്, നീ ഒന്ന് വരാവോ? ഞാൻ ഇപ്പൊ തന്നെ വരാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി അപ്പൊ തന്നെ വേഗം തന്നെ ആ ടെക്സ്റ്റൈൽസിലേക്ക് പോവാട്ടോ. എവിടെയാ ചേച്ചിന്ന് ചോദിക്കുമ്പോഴേക്കും ദേ അവൻ അവിടെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ പാത്തും പതുങ്ങി നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തിയും കൂടി പതുക്കെ പതുക്കെ പോകുമ്പോഴേക്കും ഗംഗപ്രസാദിന് ചെറിയൊരു സംശയം തോന്നുവാണ് ഇവരുടെ ഉണ്ടെന്നുള്ള കാര്യം. ഗംഗപ്രസാദ് അപ്പൊ തന്നെ ഒരു മാസ്കും ഒരു കണ്ണാടിയും ഒരു തലയിൽ ഒരു തൊപ്പയൊക്കെ വെച്ചിട്ട് ആളും മനസ്സിലാവാത്ത രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാട്ടോ. അപ്പൊ കാർത്തിക പതുക്കെ ഇങ്ങനെ കല്യാണി തോണ്ടുന്നുണ്ട്. കല്യാണി ദേ അതാണ് അവൻ എന്ന് പറഞ്ഞ് തോണ്ടി വിളിക്കുകയാണ്. ഇവനാണോ? അതെ. അപ്പൊ തിരിഞ്ഞു നിൽക്കുവാട്ടോ ഗംഗപ്രസാദ് മുതുകത്ത് കല്യാണി ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്. ഹലോ എന്ന് പറഞ്ഞ് തട്ടി വിളിക്കുമ്പോ ഗംഗപ്രസാദ് പതുക്കെ തിരിയുവാട്ടോ. കല്യാണിനെ കാണുന്നത് ഞെട്ടി ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും കല്യാണി എല്ലാരും കൂവി വിളിക്കണം, അയ്യോ ഓടി വരണേ, കള്ളൻ കള്ളൻ എന്ന് ഓടി വിളിക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സുകളെല്ലാം തന്നെ കൂടിയിട്ട് ഗംഗപ്രസാദ് വലങ്ങി ഇങ്ങനെ പിടിക്കുവാട്ടോ. ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ.
ആ സമയം കൊണ്ട് കല്യാണി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഗംഗപ്രസാദിന്റെ മാസ്ക് അങ്ങോട്ട് ഊരി മാറ്റുവാണ്. അങ്ങനെ ഊരി മാറ്റുമ്പോ തന്നെ കല്യാണി ഞെട്ടിപ്പോവാണ്. ആ ജെറി ജോൺ തന്നെയാണ് ആ ഗംഗപ്രസാദ് എന്നുള്ള സത്യം മനസ്സിലാക്കുക കേട്ടോ നമ്മുടെ കല്യാണി. ഇത് ചെറിച്ചേട്ടനല്ലേ, അപ്പൊ നീ തന്നെയാണ് ഗംഗപ്രസാദ് അല്ലേ? അതേടി ഞാൻ തന്നെയാ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റാഫുകളൊക്കെ ഒറ്റ തള്ളിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക കേട്ടോ. അതിനുശേഷം കല്യാണി വീട്ടിലേക്ക് വന്നിട്ട് കിരണിനോട് പറയട്ടെ, കിരണേട്ടാ നമുക്ക് വലിയൊരു അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. ഈ ഗംഗപ്രസാദ് പറഞ്ഞത് ഈ ജെറി ജോൺ തന്നെയാണ്. ഓഹോ, അപ്പൊ അവൻ തന്നെയാണ് എന്നെ അപകടപ്പെടുത്തിയല്ലേ? അതെ, അവൻ തന്നെ അപകടപ്പെടുത്തി, അവൻ തന്നെ കിരണേട്ടനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഒന്നും പോലെ പാവത്തിനെ പോലെ ഇവിടെ വന്നു. പക്ഷെ ഇത്രയും നാള് അവൻ ഇവിടെ വന്നിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ കല്യാണി എന്ന് പറയാണ്. അതെ, അത്ര വിദഗ്ധമായിട്ടല്ലേ കിരണേട്ട അവൻ ഇവിടെ വന്നത് എന്ന് പറയാണ്. എന്തായാലും ഇനി അവനെ വിടാൻ പാടില്ല കല്യാണി, ഇത്രയൊക്കെ നമ്മളെ പറഞ്ഞു പറ്റിച്ചവനെ നമുക്ക് ഒരിക്കലും വിടാൻ പാടില്ല എന്ന് പറയണം. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ കല്യാണിന്റെ അടുത്തേക്കും കിരണിന്റെ അടുത്തേക്കും വേറൊരു കള്ളക്കഥ പറഞ്ഞിട്ട് പോവാം. എന്തായാലും അവരെ കുറച്ചുകൂടി ഒന്ന് വിശ്വസിക്കുമെന്ന് അറിയില്ല. എന്നാലും അവരുടെ അടുത്ത് ഒന്നും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോകുന്നുണ്ട് കേട്ടോ. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, കാർത്തിക പറഞ്ഞതൊന്നുമല്ല സത്യം എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് നമ്മുടെ കിരണിന്റെ കല്യാണിന്റെ വീട്ടിലേക്ക് വീണ്ടും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോഴാണ് അവരെ ആട്ടി ഓടിക്കുന്നതും എല്ലാരും കൂടി ഇങ്ങനെ വട്ടനെ കൂടുന്ന ഭാഗമൊക്കെ ആ സമയത്താണ് കേട്ടോ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കല്യാണിയും കിരണും പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു കഥകളും ഞങ്ങൾക്ക് കേൾക്കണ്ട, അപ്പൊ നീ തന്നെയാണ് എന്നെ അടിച്ചിട്ടതല്ലേ എന്ന് കിരൺ ചോദിക്കുകയാണ്. ഒരിക്കലുമില്ല കിരൺ, അത് ഞാനല്ല, കിരണിന്റെ അമ്മാവൻ തന്നെയാണ്. ഇല്ലടാ, ഞങ്ങൾക്ക് എല്ലാ സത്യവും മനസ്സിലായി. നീയും വിക്രവും കൂടി കഴിഞ്ഞ ദിവസം രാത്രി ആ കടൽ തീരത്ത് നിന്ന് സംസാരിക്കണത് ഞങ്ങൾ കണ്ടിരുന്നു. അന്ന് എന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ വലിയൊരു ഗൂഢാലോചന ചെയ്ത് നടത്തുവാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതിനുശേഷമാണ് എന്റെ അച്ഛനെ പോയി നീ ഉപദ്രവിച്ചത്. ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ലട, ഞാൻ നോക്കിക്കോ, നിന്നെ വെച്ചേക്കില്ലെന്ന് പറയാണ്. നീ എന്ത് ചെയ്താലും ഒരു കാര്യമില്ലട കിരണെ, കാരണം എന്താണെന്നറിയാവോ, എന്നെ മറികടക്കാനായിട്ട് ഒരു പോലീസോ ഒരു നിയമമോ ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയാണ്. അത് നിന്റെ തോന്നല ഗംഗപ്രസാദേ, നീ ചെയ്തതൊക്കെ തമിഴ്നാട്ടിലായിരിക്കും, പക്ഷെ ഇത് കേരളമാണ്. ഇവിടെ നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിന്റെ പണവും സ്വാധീനമൊന്നും ഇവിടെ ചെലവാവില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗംഗപ്രസാദ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ ഇയാളെ കൊടുക്കാൻ വേണ്ടി ഒരു തെളിവ് പോലും ഇവരുടെ കയ്യിലില്ലല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും കുറച്ച് തെളിവുകൾ സംഘടിപ്പിച്ചിട്ട് ഇവനൊന്ന് ഒതുക്കിയേ പറ്റൂ എന്ന് കിരണും കല്യാണിയും തീരുമാനിക്കുകയാണ്. അതേസമയമാണ് നമ്മുടെ വന്ദനയുടെയും അതുപോലെ തന്നെ മനോഹറിന്റെ വിവാഹം കേട്ടോ. ആ വിവാഹ ദിവസം അങ്ങോട്ട് അടുത്ത് വന്നിരിക്കുകയാണ്. മനോഹറിന് 8ന്റെ പണി കൊടുക്കാൻ പോകുന്ന വിവാഹം. എന്തായാലും ഈ കാര്യത്തോടു കൂടി തന്നെ മനോഹർ അകത്തു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും മനോഹർ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണെന്നുള്ള വാർത്ത തന്നെയാണ് വലുതായിട്ട് വരാമോ, ടിവിയിലും ന്യൂസിലും ഒക്കെ വരാൻ പോകാട്ടോ. അത് കാണുമ്പോഴാണ് നമ്മുടെ സരയു സത്യങ്ങളൊക്കെ മനസ്സിലാക്കണത്. അത് മാത്രല്ല, നമ്മുടെ മനോഹറിന്റെ ഇനിയുള്ള ജീവിതം ജയിലിലാണ്. ആ ഒരു ഭാഗവും നമുക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.